പെരുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യം കാണുമ്പോൾ ഒരാശ്വാസമുണ്ട്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൽ കൂടുതലായി ആശ്വാസമുണ്ട്. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കുമ്പോഴാണ് വലിയ ആനന്ദം, വലിയ സന്തോഷം നമ്മിൽ ഉണ്ടാകുന്നത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് കരഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമല്ല, ഭാരം വഹിച്ച് നെടുവീർപ്പിട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയമെന്ന് പറയുന്നത് ആനന്ദകരമായ ജീവിതമാണ്, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. എത്ര ക്ലേശങ്ങൾ വന്നാലും, എത്ര ദുഃഖങ്ങൾ വന്നാലും, എത്ര രോഗങ്ങൾ വന്നാലും, എത്ര പട്ടിണി വന്നാലും, മരണത്തിൻ്റെ വക്കോളമായാലും, എന്നുമെന്നും പ്രയാസങ്ങളാണെങ്കിലും ക്രിസ്തീയ ജീവിതം ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആദിമ നൂറ്റാണ്ടിലുള്ളതായ വിശുദ്ധന്മാർ വളരെ കഷ്ടങ്ങൾ സഹിച്ചുവെങ്കിലും അവരെപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചൈനയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരിൽ കണ്ട അനുഭവമാണ്. അവിടെ എത്രയോ വിശ്വാസികൾ ജയിലിലായിട്ടുണ്ട്. പലരും സ്നാനപ്പെട്ട് കഴിയുന്നതിൻ്റെ അന്ന് തന്നെ ജയിലിൽ പോകേണ്ടതായി വരും. അവർക്കറിയാം സ്നാനപ്പെട്ടാൽ ഉടനെ ജയിലിൽ പോകേണ്ടി വരും. എന്നിരുന്നിട്ടും എത്രയോ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം തീർന്നു പോയാലും സാരമില്ല, അവർ സ്നാനപ്പെടുവാൻ ഒരുങ്ങുന്നു. ഞാൻ രഹസ്യമായി അനേകരെ ചൈനയിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന് കൃപ നൽകി. എത്ര പ്രയാസങ്ങൾ വന്നിട്ടും, എത്ര നഷ്ടങ്ങൾ വന്നിട്ടും വീണ്ടും അവരെന്തുമാത്രം സന്തോഷത്തോടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ മുൻപോട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ ജമ്മു കാശ്മീരിലും വടക്കേ ഇന്ത്യയിൽ ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ വന്നാൽ ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ട് വരുന്ന വിശ്വാസികളെ ധാരാളമായി കാണാം. ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റൊരു ദിവസം ആരാധനയ്ക്ക് വരുമ്പോൾ എത്ര പ്രയാസത്തോടെയാണ് വരുന്നത്. ആരാധന കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര ഇടിയും അടിയും ബഹളവുമാണ്. ഞങ്ങൾക്ക് ഡൽഹിയിലൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്. അദ്ദേഹം ആരാധന കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഭാര്യ നല്ലപോലെ അടിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യും. ഭാര്യ താൻ ജോലി ചെയ്ത് കിട്ടുന്ന പണമെല്ലാം ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കും. എന്നാലും ഭാര്യ രക്ഷിക്കപ്പെട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ഉപദ്രവമാണ്. എന്നോട് ആ സഹോദരൻ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ എന്നെ ഇത്രമാത്രം ഉപദ്രവിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിനക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും ആ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് നാൾ ഇത്ര ഉപദ്രവിച്ചിട്ടും ഇത്ര ചീത്തറ പറഞ്ഞിട്ടും രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴാണ് അടിക്കുന്നത്. കയറി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കഴുത്തിന് പിടിച്ച് ഞെക്കുകയും അടിക്കുകയൊക്കെ ചെയ്യും. സ്വന്തം ഭാര്യ. എന്തുകൊണ്ട്? കർത്താവിനെ പിൻപറ്റുന്നതിനാൽ. അങ്ങനെയെല്ലാമായിട്ടും ഹൃദയത്തിൽ ആനന്ദത്താൽ നിറയുകയാണ്. ആദിമകാലത്ത് വിശുദ്ധന്മാരെ ജീവനോടെ തീയരിക്കുന്നു. മെഴുകുതിരി പോലെ അവരെ പാർക്കിൽ നിർത്തി പാർട്ടിക്ക് വേണ്ടി കത്തിയരിക്കുന്നു. ചിലരെ ക്രൂശിൽ തറയ്ക്കുന്നു, ചിലരെ കാട്ടുമൃഗങ്ങളുടെ മുൻപിൽ എറിഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാമായിട്ടും അവിടെ ഹൃദയത്തിലെ സന്തോഷം, സ്നേഹം എത്ര വലിയതായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ രാജ്യത്തിലെ സന്തോഷം. അത് ആകണം. ആ സന്തോഷം വേണമെങ്കിൽ ദൈവരാജ്യം നാം അവകാശമാക്കണം. ദൈവരാജ്യം അവകാശമാക്കണം. അതിനുവേണ്ടി നാം വായിച്ചല്ലോ, റോമാലേഖനം 14:17 ഒന്ന് വായിച്ചാട്ട്. റോമാലേഖനം 14:17. റോമൻസ് ചാപ്റ്റർ 14:17 വായിച്ചാൽ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഏതവസ്ഥയിലും സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. സന്തോഷത്തോടെ. അത് ഒരു ആക്ടിങ് അല്ല, വാസ്തവമായി അനുഭവത്തിൽ കൂടെ ആ സന്തോഷം അനുഭവിക്കുക. ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുക. ആ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഗലാത്യലേഖനം 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഗലാത്യലേഖനം 5:19 മുതൽ 21 വരെ വായിച്ചാൽ. ഗലേഷ്യൻസ് 5:19-21. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം,
ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതിൽ നമ്മളൊന്നുകൂടെ നോക്കിയാൽ ജഡത്തിൻ്റെ പ്രവർത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്നാൽ പക, മറ്റുള്ളവരോടൊരു വെറുപ്പ്, പക ഉണ്ട്, പിണക്കം, മറ്റുള്ളവരോട് പിണക്കമുണ്ട്, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഞാൻ പറയുന്നത് തന്നെ നടക്കണം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിപ്പാൻ കഴിയുകയില്ല. പലപ്പോഴും നാം വലിയ വലിയ പാപങ്ങളെ ഉപേക്ഷിച്ച് കളയും. എന്നാൽ ആരോടെങ്കിലും അല്പമെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ, ആ കയ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നാം വെച്ചിരിക്കും. ആ കയ്പുള്ളതായ പിണക്കത്തിൻ്റെ ആ കയ്പ്. അപ്പോൾ അവരെ കാണുമ്പോൾ, പിണക്കമുള്ള ആളുകളെ കാണുമ്പോൾ, നമ്മൾ സന്തോഷത്തോടെ യാത്ര ചെയ്യുകയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പിണക്കമുള്ള ആടിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം അങ്ങ് മാറിപ്പോകും. എന്താണ്? ആ പിണക്കത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ആ പിണക്കം, അതുപോലെ ക്രോധം, ശാഠ്യം, ഭിന്നത, അസൂയ. അസൂയ എന്ന് പറയുന്നതിനെല്ലാം ആദ്യം പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. മറ്റുള്ളവനൊരു നല്ല കാറ് വാങ്ങി, അല്ലെങ്കിൽ നല്ല സാരി അവരുടുത്തത് കണ്ടു, അങ്ങനെയൊക്കെ കാണുമ്പോൾ അസൂയൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ സന്തോഷം അനുഭവിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ഈ അകത്തെ മനുഷ്യനുള്ളതായ ആ വ്യക്തിത്വത്തിലുള്ളതായ എല്ലാ ജഡത്തിൻ്റെ പ്രവൃത്തികളെയും നാം ജയിച്ചെങ്കിലേ മതിയാകൂ. എന്നാൽ മാത്രമേ ദൈവരാജ്യം നാം പൂർണ്ണമായി അവകാശപ്പെടുവാൻ കഴിയുള്ളൂ. എത്ര പ്രയാസങ്ങൾ വന്നാലും, ഞാൻ എൻ്റെ ജീവിതത്തിൽ രോഗത്തിൻ്റെ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചു, ഉപദ്രവങ്ങളുടെ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചു, ഭീഷണിയുടെ, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ജമ്മു കാശ്മീരിൽ എത്ര പ്രാവശ്യം എന്നെ കൊല്ലുന്നു. ഒരു പ്രാവശ്യം 10 ലക്ഷം പറഞ്ഞു, പിന്നെ ഒരു പ്രാവശ്യം 5 ലക്ഷം പറഞ്ഞു, എത്ര പ്രാവശ്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നാൽ അപ്പോഴും എനിക്ക് അല്പം പോലും ഭയമില്ല. 20 പേരിൽ എന്നെ ഉപദ്രവിച്ച ജയിലിലൊക്കെ ഇട്ടപ്പം തിരുവല്ലായിക്കടുത്ത്, അവിടെയും അവർ പറഞ്ഞു AM ശ്യാമലിൻ്റെ കാലിന് 2 ലക്ഷം രൂപ, കൈക്ക് 2 ലക്ഷം രൂപ വീതം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഹിന്ദു മുന്നണിക്കാരറിയിച്ചു. അന്നും ഞാൻ സാദ്ര്യമായി നടന്ന് ദൈവത്തെ സാക്ഷിച്ചുകൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യം എന്തു തന്നെ ആയാലും, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കുറിച്ച് നാം കാണുന്നു. അവരെ 3 പേരെയും ബന്ധിച്ച് തീയിലിട്ടപ്പോഴും അവരുടെ ബന്ധനങ്ങളെല്ലാം തീ കൊണ്ടെരിഞ്ഞ് അവർ സ്വാതന്ത്ര്യമായിട്ട് ഉടനെ തീന്ന് ചാടി വെളിയിലല്ല വരുന്നത്. അവരാ തീക്കകത്ത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. കർത്താവ്, യഹോവയായ ദൈവം, നമ്മുടെ കർത്താവ് അവരുടെ മധ്യത്തിൽ ഇറങ്ങി അവരോട് നടന്നു. അതുപോലെ നാം ഏത് സാഹചര്യത്തിലായാലും ആനന്ദത്തോടുകൂടെ പോകുന്നതാണ് ദൈവരാജ്യം അനുഭവിക്കുന്നത്, ദൈവരാജ്യം അവകാശമാക്കുന്നത്. നാം പലരും ദൈവരാജ്യം കണ്ടു, പ്രവേശിച്ചു, എന്നാൽ അതിനെ സ്വന്തമാക്കിയില്ല. ഈ ക്ലാസ്സുകളിൽ കൂടെ നാം എല്ലാവരും ദൈവരാജ്യം സ്വന്തമാക്കിയ ഒരനുഭവം. ദൈവരാജ്യം സ്വന്തമാക്കിയാൽ അമ്മാവിയും മരുമോളും തമ്മിൽ ഒരു പ്രയാസവും പിന്നെ ഉണ്ടാകുകയില്ല. സന്തോഷത്തോടുകൂടെ ഇരിക്കും. അയൽവക്കത്തുകാരെ എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര മോശമായി പറഞ്ഞാലും നമുക്ക് പിന്നെ അത് ഭാരമല്ല. അവരെന്ത് വേണേ പറഞ്ഞോട്ട്, അവർ നമ്മളെ എത്ര കുറ്റം പറഞ്ഞാലും, അവരെ നമ്മുടെ മുഖത്ത് നോക്കി അവർ മോശമായി പറഞ്ഞാലും, നാം ദൈവരാജ്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ സന്തോഷമാണ്. ഈ ദൈവരാജ്യത്തെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ പരിശുദ്ധാത്മാവായി കാണിച്ചിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ശുഭ്രമായ പളുങ്ക് പോലെയുള്ള നദിയാണ്. ആ നദിക്കുള്ളിൽ നാം കിടക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ആ നദിയിലേക്ക് ഈ ഭാരം, ഇത് വിചാരിച്ചൊരു 20 ഒരു 50 കിലോ ഭാരമുണ്ട്. 50 കിലോ ഭാരം എടുത്തുകൊണ്ട്
ഈ നദിക്കുള്ളിലേക്ക് പോയി അങ്ങ് മുങ്ങിക്കഴിയുമ്പോൾ ഈ ഭാരം നമ്മുടെ തലയിൽ നിന്ന് അങ്ങ് മാറും. നമുക്ക് അല്പം പോലും ഭാരം തോന്നിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര ഭാരമായാലും, മക്കളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ ജോലിയെക്കുറിച്ചുള്ള ഭാരം നമ്മുടെ ഹൃദയത്തിലായിട്ട് നാം ആ പരിശുദ്ധാത്മ നദിയിലേക്കൊന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ, മുങ്ങിക്കഴിയുമ്പോൾ ആ പൂർണ്ണ ഭാരം നമ്മെ വിട്ടു മാറും. കർത്താവിന് സ്തോത്രം. എന്നാൽ പലർക്കും വരുന്ന ഒരു പ്രയാസം, അവർ ചിലർക്ക് നദി മുട്ടറ്റം വരെയുള്ളൂ, മുട്ടറ്റം വരെയുള്ള വെള്ളത്തിലേ ഇറങ്ങിയിട്ടുള്ളൂ. ചിലർ അരവക്കോളം, ചിലർ കഴുത്തോളം വെള്ളമുണ്ടെങ്കിലും തലയിൽ വെച്ചിരിക്കുന്ന ഭാരം അവിടെ തന്നെ ഇരിക്കും. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ തല പോലും മുങ്ങുന്നതിനേക്കാൾ ആഴത്തിലേക്ക് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭാരം നമ്മളിത് പൂർണ്ണമായി മാറും. അതുമാത്രമല്ല, നിങ്ങൾ നദിക്കുള്ളിൽ കിടക്കുകയാണ്, കരയിൽ കിടന്നുകൊണ്ട് ഒരാൾ കല്ലെറിഞ്ഞാലും ആ കല്ല് വന്ന് നമ്മളെ തൊടുന്ന പോലെ തോന്നും, വേദന അല്പം പോലും അനുഭവിക്കുകയില്ല. അതുപോലെ നദിയിൽ നിങ്ങൾ കിടക്കുകയാണ്, കരയിൽ ഒരാൾ നിങ്ങളെ നോക്കി ചീത്ത പറയുക, എത്ര ചീത്ത പറഞ്ഞാൽ അത് നിങ്ങളുടെ ചെവിക്കകത്തോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം പറയാനല്ലാതെ നിങ്ങൾ കഴിയുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വലിയവനായ ദൈവം ഈ ഭൂമിയിൽ ഇത്രയും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഉള്ളപ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവാകുന്ന നദിയെ തന്നിരിക്കുന്നത് നാം ദൈവരാജ്യം അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസം മുൻപോട്ട് പോവുക. കരഞ്ഞുകൊണ്ട് അയ്യോ എങ്ങനെയായി ജീവിതം നയിക്കുന്നത്, ഈ ക്രൂശ് വഹിച്ചുകൊണ്ട് എങ്ങനെയാണ് പോകുന്നത്. പ്രിയമുള്ളവരെ, നാം ക്രൂശ് വഹിക്കുന്നുവെങ്കിലും സന്തോഷത്തോടുകൂടിയാണ് വഹിക്കുന്നത്, ആനന്ദത്തോടുകൂടിയാണ് വഹിക്കുന്നത്. വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടില്ലെങ്കിലും ആനന്ദത്തോടുകൂടെയാണ്. പ്രയാസങ്ങൾ എന്തു വന്നാലും ആനന്ദത്തോടുകൂടെ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ആരെങ്കിലും സുഖിക്കുന്നുവെങ്കിൽ ദൈവമക്കളേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം തോന്നും, മറ്റുള്ളവർ വലിയ പണവും ഇതെല്ലാം. അവർ പണമൊക്കെ എടുത്ത് ഒരു വശത്ത് പണമുണ്ട്, മറ്റു വശത്ത് നിരാശയും ദുഃഖവുമുണ്ട്. എന്നാൽ ഒരു ദൈവത്തിലാണെങ്കിൽ അവൻ്റെ പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആനന്ദത്തോടുകൂടെ കഴിയുകയാണ്. സ്തോത്രം. അതാണ് വാസ്തവമായ ക്രിസ്തീയ ജീവിതം. ആ അനുഭവത്തിലേക്ക് വരുവാൻ നാം നമ്മിലുള്ള ജഡത്തെ ജയിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചുവല്ലോ, ജഡം എങ്ങനെയാണ് നമ്മൾ ഉത്ഭവിച്ചത്.